ഹായ് സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു പോളിനോമിയൽ തന്നിട്ട് ഗ്രാഫ് ഡ്രോ ചെയ്യാന്നുള്ളതും എങ്ങനെയാണ് ഒരു ഗ്രാഫ് തന്നിട്ട് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാന്നുള്ളതും ഡിസ്കസ് ചെയ്തു അല്ലെ. അതൊക്കെ നമ്മൾ പഠിച്ചത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ കേസ് ആണ്. അപ്പൊ എന്താണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത്? അത് രണ്ടാം കൃതി ബഹുപദങ്ങൾ എന്ന് പറയും. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഗ്രാഫ്സ് ഓഫ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നെക്സ്റ്റ്. അപ്പൊ ഇവിടെ നോക്കുക, സിംപ്ലസ്റ്റ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എടുത്തു എക്സ് സ്ക്വയർ. നമുക്കറിയാം ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ എക്സിന്റെ പവർ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ. ഇവിടെ എക്സിന്റെ പവർ എന്താ? 2 ആണ്. കാരണം എന്താ? ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അഥവാ രണ്ടാം കൃതി ബഹുപദമാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എടുത്തു പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പൊ അവിടെ നോക്കുക, എക്സിന് നമ്മൾ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ പി ഓഫ് എക്സ് എന്തായിരിക്കും? 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് പി ഓഫ് 1 എന്തായിരിക്കും? 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 തന്നെ. 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും? എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4. ഇനി 3 ഇട്ട് കൊടുക്കുമ്പോൾ 3 സ്ക്വയർ എന്ന് പറയുന്നത് 9. ഇനി -1 ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ -1ന്റെ സ്ക്വയർ എന്താ? 1 തന്നെ. അതുപോലെ -2 ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ -2 ഇട്ട് കൊടുക്കുമ്പോൾ -2 സ്ക്വയർ എന്ന് പറയുന്നത് 4. കണ്ടോ? അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഈ ഒരു ടാബിളിലാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 ആണ്, 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 ആണ്, 2 ഇട്ട് കൊടുക്കുമ്പോൾ 4, 3 ഇട്ട് കൊടുക്കുമ്പോൾ 9. കാരണം നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ സ്ക്വയർ ആണ് അല്ലെ. -1ന്റെ സ്ക്വയർ 1, -2ന്റെ സ്ക്വയർ 4, -3ന്റെ സ്ക്വയർ 9. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് തന്നെയാണ് അല്ലെ സ്ക്വയർ ആവുമ്പോൾ. Now as before, we draw two lines perpendicular to each other and mark equally spaced points on it, labeling them with numbers. Next, above each number taken as x on the horizontal line, mark the points at a height p of x. എന്താ പറഞ്ഞിട്ടുള്ളത്? നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ലംബമായി 2 വരകൾ വരച്ച്, ലംബമായിട്ട് 2 വരകൾ വരയ്ക്കുക, ഒരേ അകലത്തിൽ സംഖ്യകൾ അടയാളപ്പെടുത്താം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഗ്രാഫ് ഫസ്റ്റ് ഡിഗ്രിയിൽ ചെയ്ത പോലെ തന്നെ ഗ്രാഫ് ഡ്രോ ചെയ്യാനാണ് പറഞ്ഞത്. തുടർന്ന് വിലങ്ങനെയുള്ള വരയിൽ എക്സ് ആയി എടുക്കുന്ന സംഖ്യകളിൽ നിന്ന് പി ഓഫ് എക്സ് എന്ന ഉയരത്തിൽ വരയ്ക്കുന്ന ലംബങ്ങളുടെ മുകളറ്റങ്ങൾ അടയാളപ്പെടുത്താം. അതാണ് നമ്മളിവിടെ ചെയ്തത്. കണ്ടോ, ഒരു എക്സ് ആക്സിസ് ഡ്രോ ചെയ്തിട്ടുണ്ട്, അതിന്റെ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ y ആക്സിസ് ഡ്രോ ചെയ്തിട്ടുണ്ട്, അതിന്റെ നമ്പേഴ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി യൂസിങ് ദീസ് പോയിന്റ്സ് ഓൺലി വി കനോട്ട് ഡ്രോ ദ ഗ്രാഫ്. ഇനി എന്താ പറയുന്നത്? ഇവിടെ നമ്മൾ 2ന്റെ സ്ക്വയർ 4 ആക്കിയിട്ട് എടുത്തു. അതുപോലെ -2ന്റെ സ്ക്വയറും 4 ആണ്. അപ്പൊ അതുപോലെ 1ന്റെ സ്ക്വയർ 1 ആണ്. അതുപോലെ -1ന്റെ സ്ക്വയർ 1 ആണ്. ഇനി 0ന്റെ സ്ക്വയർ 0 ആണ്. കണ്ടോ? ഇവിടെ നമ്മൾ അതുപോലെ തന്നെ 3ന്റെ സ്ക്വയർ 9 ആണ്. അതുപോലെ -3ന്റെ സ്ക്വയർ 9 ആണ്. അപ്പൊ നമുക്ക് ഡോട്ട്സ് എങ്ങനെ കിട്ടിയത്? ഇങ്ങനെ ഒരു ഫോമിലാണ് അല്ലെ ഡോട്ട്സ് കിട്ടിയത്. ഫസ്റ്റ് ഡിഗ്രി ആയപ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു കിട്ടിയത്. ഇവിടെ നമ്മൾ സെക്കൻഡ് ഡിഗ്രിയിൽ ഇങ്ങനെ നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്തു. ഈ പോയിന്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെ 0ന്റേത് 0, അപ്പൊ 0 0 എന്ന് വരും. 1ന്റേത് 1, 2ന്റേത് 4, 3ന്റേത് 9. അതുപോലെ -1ന്റേത് 1, -2ന്റേത് 4, -3ന്റേത് 9. കണ്ടോ? എല്ലാ പോയിന്റ്സും നമ്മൾ പ്ലോട്ട് ചെയ്തു. യൂസിങ് ദീസ് പോയിന്റ്സ് ഓൺലി വി കാനോട്ട് ഡ്രോ ദ ഗ്രാഫ്. എന്താ പറഞ്ഞത്? ഇത്രയും ബിന്ദുക്കൾ മാത്രം ഉപയോഗിച്ച് കൃത്യമായ ചിത്രം വരയ്ക്കാൻ കഴിയില്ല. ഇത്രയും നമ്മൾ ഡോട്ട്സ് ഡ്രോ ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഗ്രാഫ് ഡ്രോ ചെയ്യാൻ കഴിയില്ല. ഫസ്റ്റ് ഡിഗ്രിയിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു നമുക്കറിയായിരുന്നു അല്ലെ. ഇവിടെ നമുക്ക് ഇത്രയും നമ്മൾ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് ഗ്രാഫ് ഡ്രോ ചെയ്യാൻ കഴിയില്ല. ഹൗ ഡു വി ഗെറ്റ് സം പോയിന്റ്സ് ഓൺ ദ ഗ്രാഫ് ഇൻ ബിറ്റ്വീൻ ദിസ്? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രാഫ് ഇവയുടെ ഇടയിലുള്ള ചില ബിന്ദുക്കൾ കിട്ടാൻ എന്താണ് വഴി? അതിന്റെ ബിറ്റ്വീനിലുള്ള പോയിന്റ്സ് ഒക്കെ നമുക്ക് കിട്ടണം. അടുത്തടുത്തുള്ള പോയിന്റ്സ് ഒക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്രാഫ് ഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ഇസ് ഈക്വൽ ടു 0.5 എടുക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ അല്ലേ. അപ്പൊ എക്സ് 0.5 എടുക്കുകയാണെങ്കിൽ 0.5ന്റെ സ്ക്വയർ എന്താ? 0.25 എന്ന് കിട്ടും. കണ്ടോ? പി ഓഫ് 0.5 എന്ന് പറയുന്നത് 0.25 ആണ്. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് വി കനോട്ട് മാർക്ക് വിത്ത് എ റൂളർ. അപ്പൊ അത് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഡ്രോ ചെയ്യാൻ കഴിയില്ല. കണ്ടോ? 0.5 ഇട്ട് കൊടുക്കുമ്പോൾ 0.25 ആണ്. അതൊന്നും നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഡ്രോ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ജിയോജിബ്ര യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ജിയോജിബ്രയാണ്. അപ്പൊ ജിയോജിബ്ര ഉപയോഗിച്ചിട്ട് കൊണ്ട് നമുക്ക് ഗ്രാഫ് ഡ്രോ ചെയ്യാൻ കഴിയും. ഓൺ
ഓപ്പണിംഗ് ജിയോജിബ്ര, നമ്മൾ ജിയോജിബ്ര ഓപ്പൺ ചെയ്യണം. നമ്മൾ കമ്പ്യൂട്ടർ ഒക്കെ പഠിക്കുന്നതാണ് അല്ലെ. വി ക്യാൻ സി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് മാർക്ക്ഡ് വിത്ത് നമ്പേഴ്സ്. അവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ലൈനും കാണാം, വെർട്ടിക്കൽ ലൈനും കാണാം, അവിടെ നമ്പേഴ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ടൈപ്പ് 0.5 0.25, നമുക്കറിയാം എക്സിന് 0.5 ഇട്ട് കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്താ, എക്സിന്റെ സ്ക്വയർ 0.25 ആണ്. നമ്മൾ പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണല്ലോ. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റിൽ 0.5 0.25 in the input bar. ഇൻപുട്ട് ബാറിൽ അത് ടൈപ്പ് ചെയ്താൽ നമുക്ക് ആ ഒരു ഹൈറ്റിലുള്ള 0.25 above 0.5 on the horizontal line. അപ്പൊ എക്സിൽ 0.5 ഉള്ള അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റ് വരുന്ന 0.25 ഉള്ള ഒരു ലൈന് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ചിത്രം വരയ്ക്കാൻ നമ്മൾ ആ ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ജിയോജിബ്ര യൂസ് ചെയ്യുന്നു. ഈ ജിയോജിബ്ര ഉപയോഗിച്ചിട്ട് അത് നമ്മൾ തുറന്നാൽ വിലങ്ങനെയും കുത്തനെയും ഒരേ അകലത്തിൽ സംഖ്യകൾ അടയാളപ്പെടുത്തിയ വരകൾ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് അവിടെ ഇൻപുട്ട് ബാറിൽ പോയിട്ട് 0.5 0.25 എന്ന് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക കൊടുത്താല് വിലങ്ങനെയുള്ള അകലം 0.5ഉം കുത്തനെയുള്ള ഉയരം 0.25ഉം ആയ ബിന്ദു കാണാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇവിടെ 0.5 എക്സ് ആക്സിസിൽ 0.5ഉം വൈ ആക്സിസിൽ 0.25 ഉള്ളൊരു കുത്ത് നമുക്ക് അവിടെ കിട്ടും. ഇതാ ഇവിടെ കണ്ടോ, ഇതാണ് നമ്മളെ പിക്ചർ. ഇവിടെ നമ്മൾ ജിയോജിബ്ര യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇവിടെ നമ്മളെ പോളിനോമിയൽ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ ഇൻപുട്ട് ബാറിൽ പോയിട്ട് എന്ത് ടൈപ്പ് ചെയ്യണം, ഇവിടെ ഇൻപുട്ട് ബാറിൽ പോയിട്ട് എന്ത് ടൈപ്പ് ചെയ്തു, 0.5 0.25 ടൈപ്പ് ചെയ്തു. അപ്പൊ ഇവിടെയാണ് നമ്മൾ 0.5 എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെയാണ് നമ്മൾ 0.25 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടുമുട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കും അതിന്റെ പോയിന്റ് വരെ. ഇതാണ് നമ്മളെ പോയിന്റ്. നമുക്ക് കറക്റ്റ് സ്കെയിൽ എന്ന് വെച്ചിട്ട് അത് മാർക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ജിയോജിബ്ര യൂസ് ചെയ്യുന്നത്. സോ 0.5ഉം 0.25ഉം ഉള്ള ഒരു പോയിന്റ് കിട്ടി. ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4. പക്ഷെ അത് വെച്ചിട്ട് മാത്രം നമുക്ക് ഡ്രോ ചെയ്യാൻ കഴിയില്ല ഗ്രാഫ്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ പോയിന്റ്സുകളൊക്കെ കിട്ടണം, അതിന്റെ ബിറ്റ്വീനിലുള്ള പോയിന്റ്സുകളൊക്കെ കിട്ടണം. അത് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ജിയോജിബ്ര യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സെപ്പറേറ്റ്ലി കമ്പ്യൂട്ടിംഗ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ് of each point we want and marking them one by one, we can do it in one go in GeoGebra. Type the following command in the input bar. അപ്പൊ ഓരോ പോയിന്റും കിട്ടുന്നതിനനുസരിച്ച് ഇപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് ആവശ്യമായ ബിന്ദുക്കളുടെ എല്ലാം അകലവും ഉയരവും വെവ്വേറെ കണക്കാക്കി ഓരോന്നായി അടയാളപ്പെടുത്തുന്നതിന് പകരം ഇപ്പൊ നമ്മൾ 0.5 0.25 അടയാളപ്പെടുത്തില്ലേ, അതേപോലെ ഓരോരോ പോയിന്റും അടയാളപ്പെടുത്തുന്നതിന് പകരം നമുക്ക് മൊത്തത്തിൽ ഒന്നായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? കുറെ ബിന്ദുക്കൾ ഒന്നിച്ച് അടയാളപ്പെടുത്താനും മാർഗമുണ്ട്. എങ്ങനെ നമ്മൾ ചെയ്യാം? ഇൻപുട്ട് ബാറിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. എങ്ങനെ ടൈപ്പ് ചെയ്യാനാ പറഞ്ഞത്? സീക്വൻസ് t സ്ക്വയർ t -3 3 0.5. ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തത്? നമുക്കറിയാം നമ്മളെ പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണെന്ന് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? സീക്വൻസ് നമുക്ക് കിട്ടേണ്ടത് ടി സ്ക്വയർ, ആ ഒരു ഫോമിലാണ്. ഇനി എന്താണ് ഈ -3 3 0.5 ഒക്കെ? അതെന്താന്നുള്ളത് നോക്കാം. ഇതെന്താന്ന് വെച്ചാല് ടി എന്ന് പറയുന്നത് നമ്പർ ആണ്. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം -3 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ -3 യൂസ് ചെയ്തത്. ആൻഡ് റിപ്പീറ്റഡ്ലി ഇൻക്രീസ്ഡ് ബൈ 0.5. എന്നിട്ട് ഓരോ 0.5 വരെ -3ന്റെയും ബിറ്റ്വീനിൽ ടിൽ 3 is reached. അപ്പൊ -3യുടെയും 3യുടെയും ബിറ്റ്വീനിൽ ഓരോ 0.5 പോയിന്റ്സ് വരുന്നവരെയുള്ള പോയിന്റ്സുകൾ നമുക്ക് കിട്ടും. ആൻഡ് ദെൻ ഫോർ ഈച്ച് സച്ച് ടി മാർക്ക് ദ പോയിന്റ് അറ്റ് എ ഹൈറ്റ് ടി സ്ക്വയർ. അപ്പൊ ടി എടുത്താൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റ് വരുന്ന ടി സ്ക്വയർ നമുക്ക് അവിടെ കിട്ടും. അബൌട്ട് ടി ഓൺ ദ ഹൊറിസോണ്ടൽ ലൈൻ ദിസ് പ്രൊഡ്യൂസസ് ദ പിക്ചർ ബിലോ. അപ്പൊ -3 മുതൽ 3 വരെ 0.5 ഇടവിട്ടുള്ള സംഖ്യകൾ ടി ആയെടുത്ത് ടി അകലത്തിൽ ടി സ്ക്വയർ ഉയരത്തിൽ, ടി സ്ക്വയർ വരാൻ കാരണം നമ്മളെ പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആയതുകൊണ്ടാണ്, ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക എന്നതാണ് ഈ നിർദ്ദേശത്തിന്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം കിട്ടും. ഇവിടെ നമ്മൾ നോക്കാം, ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. സീക്വൻസ് എന്നിട്ട് ബ്രാക്കറ്റിൽ ടി സ്ക്വയർ ടി -3 മുതൽ 3 വരെയുള്ളതാണ് വേണ്ടത്. സോ -3 ഇനി എന്താ, ഓരോ 0.5 പോയിന്റ്സ് -3ന്റെയും 3ന്റെയും ബിറ്റ്വീനിലുള്ള ഓരോ 0.5 പോയിന്റ്സും നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ 0.5 കൊടുത്തു, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇവിടെ നമുക്ക് നേരത്തെ അറിയാവുന്നത് 0 0, 1ന്റേത് 1, അതുപോലെ 2ന്റേത് 4,
2ന്റേത് 4 ആണ് എന്ന് അറിയായിരുന്നു. അതുപോലെ 3ന്റേത് 9 ആണ്. അങ്ങനെ ഓരോന്നിന്റേതും നമുക്ക് അറിയായിരുന്നു അല്ലെ. ഇവിടെ നമ്മള് ഓരോ 0.5 ഡോട്ട്സുകളും നമ്മൾ യൂസ് ചെയ്യാണ്. 0.5 ഡോട്ട്സുകളും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പോയിന്റ്സ് അടുപ്പിച്ച് കിട്ടും. ഇനി ഇവിടെ നോക്കാം. ടു ഗെറ്റ് മോർ പോയിന്റ്സ് ഇൻ ബിറ്റ്വീൻ ഓൾ വി നീഡ് ടു ഡു ഈസ് ചേഞ്ച് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ഫ്രം 0.5 to 0.1. അപ്പൊ ഇനി അതിനേക്കാളും അടുപ്പിച്ച് പോയിന്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിഗർ വരയ്ക്കണമെങ്കിൽ അടുത്തടുത്ത് പോയിന്റ്സ് വേണം അല്ലെ. അപ്പൊ അതിനേക്കാളും അടുത്ത് പോയിന്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ 0.5 പകരം നമുക്ക് 0.1 യൂസ് ചെയ്യാം. കുറെ കൂടി ബിന്ദുക്കൾ കിട്ടാൻ ടി ആയി എടുക്കുന്ന സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 0.5 പകരം 0.1 ആക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത 0.5 പകരം 0.1 ആണ് ആക്കുന്നതെങ്കിൽ ഒന്നും കൂടി അടുപ്പിച്ച് നമുക്ക് പോയിന്റ്സ് കിട്ടും. അതിന്റെ പിക്ചർ ആണ് നമുക്ക് ഇവിടെ തന്നത്. ഇവിടെ 0.5 എടുത്തപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് 0.1 എടുത്തപ്പോൾ കണ്ടോ 3ന്റെ സ്ക്വയർ 9 ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. 0ന്റേത് 0, -1ന്റേത് 1, 1ന്റേത് 1, -2ന്റേത് 4, അതുപോലെ 3ന്റേത് -3ന്റേത്. ഈ ഇത്രയും പോയിന്റ്സ് നമുക്ക് അറിയുള്ളായിരുന്നു. പക്ഷെ നമ്മൾ ജിയോജിബ്ര യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തു സീക്വൻസ് ടി സ്ക്വയർ ടി, അതുപോലെ 3 മുതൽ -3 മുതൽ 3 വരെയാണ്. സോ -3 എത്ര പോയിന്റ്സുകൾ വേണം? ഇപ്പൊ 0.1 ആണെങ്കിൽ കുറെ പോയിന്റ്സ് കിട്ടും. ഇനി 0.5 ആണെങ്കിൽ അതിനേക്കാളും കുറച്ച് പോയിന്റ്സ് ആയിരിക്കും കിട്ടുക. അതാണ് ഇവിടെ 0.5 ആണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പൊ ഇവിടെ നോക്കാം അടുത്തടുത്ത് പോയിന്റ്സുകൾ കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് ഡ്രോ ചെയ്യാം. Now don't get an approximate shape of the graph. ഇപ്പോൾ ചിത്രത്തിന്റെ ഏകദേശ രൂപം കിട്ടിയില്ലേ? അപ്പം to draw this curve without in gaps we type x square in the input bar. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി വിടവുകളൊന്നും ഇല്ലാതെ ഈ ഒരു കേർവ് നമുക്ക് വരയ്ക്കാൻ ഇൻപുട്ട് ബാറിൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എക്സ് സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. അപ്പൊ നമ്മൾ ജിയോജിബ്ര യൂസ് ചെയ്തിട്ടാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലില് ഗ്രാഫ് ഡ്രോ ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് നമ്മൾ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ്. നേരത്തെ കിട്ടിയ പോയിന്റ്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫ് ഡ്രോ ചെയ്യാൻ കഴിയില്ലായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു? ജിയോജിബ്ര യൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ ടൈപ്പ് ഇൻപുട്ട് ബാറിൽ ആ ഒരു സീക്വൻസ് ടി സ്ക്വയർ ആ ഒരു സംഭവം ടൈപ്പ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കുറെ പോയിന്റ്സുകൾ കിട്ടും അല്ലെ. ഇനി ഇൻപുട്ട് ബാറിൽ എക്സ് സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് കിട്ടി. Type other second degree polynomial in the input bar and see the graph. ഇനി വേറെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇൻപുട്ട് ബാറിൽ വേറെ ഒരു രണ്ടാം കൃതി ബഹുപദങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോവാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ the graphs got on typing 1/2 x square 1/2 x square minus 3x plus 1. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ? കാരണം എന്താ? ഇവിടെ എക്സിന്റെ പവർ ഏറ്റവും വലിയ പവർ 2 ആണ്. നമ്മൾ വിചാരിക്കും ഇതൊരു എക്സിന്റെ പവർ 1 ഉണ്ടല്ലോ എന്ന് അല്ലെ. ഏറ്റവും വലിയ പവർ ആണ് അതിന്റെ ഡിഗ്രി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ എക്സിന്റെ പവർ 1 ആണ്. ഏറ്റവും വലിയ പവർ 1 ആണെങ്കിൽ അതെന്തായിരിക്കും? ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. ഇനി എക്സിന്റെ ഏറ്റവും വലിയ പവർ 2 ആണെങ്കിൽ അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. അപ്പൊ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അതുപോലെ വേറൊരു പോളിനോമിയൽ -2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1. ഇവിടെയും എന്താ? എക്സിന്റെ ഏറ്റവും വലിയ പവർ 2 ആണ്. ഇതെന്താണ്? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇതുപോലെ ഇൻപുട്ട് ബാറിൽ വേറെ രണ്ടാം കൃതി ബഹുപദങ്ങൾ ടൈപ്പ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ഉദാഹരണമായി നമ്മൾ എടുക്കുന്നത് 1/2 x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അതുപോലെ -2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഒക്കെ ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പൊ ഇൻപുട്ട് ബാറിൽ നമ്മൾ ഒരു പോളിനോമിയൽ ഇട്ട് കൊടുത്താൽ അതിന്റെ ഗ്രാഫ് നമുക്ക് കിട്ടും. ഇതാണ് നമ്മളെ ഗ്രാഫ്. 1/2 x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ അതിന്റെ ഗ്രാഫ് കിട്ടിയത് കണ്ടോ? അതുപോലെ -2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ടൈപ്പ് ചെയ്തപ്പോൾ അതിന്റെ ഗ്രാഫ് കിട്ടിയത് കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് ഡ്രോ ചെയ്യുക. നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ജിയോജിബ്ര യൂസ് ചെയ്തിട്ടാണ് ഡ്രോ ചെയ്യുന്നത്. അപ്പൊ ജിയോജിബ്ര യൂസ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് ആ ഒരു ഇൻപുട്ട് ബാറിൽ ആ ഒരു പോളിനോമിയൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് കിട്ടുന്നു. ഇനി looking at the graphs of various second degree polynomial, we note that the only difference are change in position, change in spread or a vertical turnabout. എന്താ പറയുന്നത്? വ്യത്യസ്ത രണ്ടാം കൃതി ബഹുപദങ്ങളുടെ ചിത്രരൂപങ്ങൾ നോക്കിയാൽ, ഈ ഒരു പിക്ചേഴ്സ് നമ്മൾ നോക്കിയാൽ സ്ഥാനം മാറുക, വിരിവ് കൂടുകയോ കുറയുകയോ ചെയ്യുക, കീഴ്മേൽ മറയുക എന്നിങ്ങനെയല്ലാതെ പൊതുവെ വക്രത്തിന്റെ രൂപം മാറുന്നില്ലല്ലോ. നമ്മൾ ഫസ്റ്റ് എടുത്ത പോളിനോമിയലിന്റെ ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് ആയിരുന്നു അല്ലെ.
കണ്ടോ, ഇത് സീറോയിലൂടെ എങ്ങനെ പാസ് ചെയ്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് നമ്മളെടുത്ത സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് അല്ലെ. തേർഡ് നമ്മളെടുത്ത സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെയൊക്കെ ഇവിടെ എന്താ പറയുന്നത്, ഒന്നെങ്കിൽ അത് കീമേൽ മാറിയാണ്, അല്ലെങ്കിൽ എന്താ അതിന്റെ വിരിവ് കൂടുകയോ കുറയുകയോ ഇങ്ങനെ ഉള്ളത്, അല്ലെങ്കിൽ ഒന്ന് കൂടുക അങ്ങനെ ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ അതിന്റെ രൂപം, അതിന്റെ ഒരു ഷേപ്പ് എന്താണ്, മാറുന്നില്ലല്ലോ. അതിന്റെ ഷേപ്പ് നമുക്ക് മാറുന്നില്ല. അപ്പൊ നമ്മൾ നോക്കാം, when we look at these curves from left to right we see two different kinds of behavior. അപ്പൊ അവിടെ നമുക്ക് രണ്ട്, ഇടത്ത് നിന്ന് വലത്തേക്ക് നോക്കുമ്പോൾ ചിത്രത്തിലെ വക്രത്തിന്റെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും, മൂവിങ് ഡൗൺ ടു എ മിനിമം ആൻഡ് ദെൻ മൂവിങ് അപ്പ്. ഒന്നുകിൽ കുറേ ദൂരം താഴോട്ട് ഇറങ്ങി ഏറ്റവും താഴ്ന്ന സ്ഥാനത്തെത്തി തുടർന്ന് മേലോട്ട് ഉയരുന്നു. എന്താ പറയുന്നത്, മൂവിങ് ഡൗൺ ടു എ മിനിമം ആൻഡ് ദെൻ മൂവിങ് അപ്പ്. ആദ്യം നമ്മൾ എന്താണ്, കുറേ ദൂരം അതുകൊണ്ട് താഴോട്ട് ഇറങ്ങുക, കുറേ ദൂരം താഴോട്ട് ഇറങ്ങിയിട്ട് ഏറ്റവും താഴ്ന്ന സ്ഥാനത്തെത്തി തുടർന്ന് മേലോട്ട് ഉയരുന്നു. കണ്ടോ, നമ്മൾ ഈ ഒരു ഗ്രാഫ് നോക്കുക. ഇവിടെ നമ്മൾ എന്താണ്, ഇതിങ്ങനെ താഴോട്ട് പോയി ഏറ്റവും താഴെത്തിയിട്ട് പിന്നെ മേലോട്ട് അങ്ങോട്ട് പോയി. അതുപോലെ ഈ ഗ്രാഫ് നോക്കുക, ഇവിടെ ഈ ഒരു ഗ്രാഫ് കണ്ടോ, നമ്മളിങ്ങനെ താഴോട്ട് പോയി പിന്നെ അത് മേലോട്ട് ഉയർന്നു. അതാണ് ഒന്നാമതായി നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഗ്രാഫിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതാണ്, മൂവിങ് ഡൗൺ ടു എ മിനിമം ആൻഡ് ദെൻ മൂവിങ് അപ്പ്. താഴോട്ട് ഇറങ്ങുക, എന്നിട്ട് താഴ്ന്ന സ്ഥാനത്തെത്തിയിട്ട് മേലോട്ട് അങ്ങോട്ട് ഉയരുക. പിന്നെ നമുക്ക് എന്താ, മൂവിങ് അപ് ടു എ മാക്സിമം ആൻഡ് ദെൻ മൂവിങ് ഡൗൺ. അടുത്തത് എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ കുറേ ദൂരം മേലോട്ട് ഉയരുക, കുറേ ദൂരം മേലോട്ട് ഉയർന്നിട്ട് ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തി തുടർന്ന് താഴോട്ട് ഇറങ്ങുന്നു, തുടർന്ന് താഴോട്ട് ഇറങ്ങുക. കണ്ടോ, ഇവിടുന്ന് നോക്കുക, ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് ഉയർന്ന് ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുമ്പോൾ അത് താഴോട്ട് ഇറങ്ങുക. കണ്ടോ, ഒന്നെങ്കിൽ അത് ഏറ്റവും ദൂരം താഴോട്ട് ഇറങ്ങിയിട്ട് പിന്നെ മേലോട്ട് കയറുക, അല്ലെങ്കിൽ എന്തായിരിക്കും, മേലോട്ട് ഉയർന്നിട്ട് അതങ്ങോട്ട് താഴോട്ട് ഇറങ്ങുക. അതാണ് ഇവിടെ നമ്മളോട് പറഞ്ഞത്. രണ്ട് കൈൻഡ്സ് ഓഫ് ബിഹേവിയർ ആണ് നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൽ കാണാൻ പറ്റുന്നത്. ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഇത് ഒന്നെങ്കിൽ മിനിമം ആയിട്ട് താഴോട്ട് പോവുക, എന്നിട്ട് അത് മേലോട്ട് ഉയരാണ്. മൂവിങ് അപ് ടു മാക്സിമം ആയിട്ട് മേലോട്ട് പോയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് താഴോട്ട് ഇറങ്ങുന്നു. ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് നമ്മൾ നോക്കുകയാണ്. അപ്പൊ മേലേന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ആ ഒരു മിനിമത്തിലെത്തിയിട്ട് പിന്നെന്താണ്, അവിടുന്ന് വീണ്ടും മേലോട്ട് ഉയരുന്നു. അതാണ് ഈ ഫസ്റ്റ് കേസ് പറയുന്നത്. ഇനി സെക്കൻഡ് കേസ് പറയുന്നത് എന്താണ്, താഴത്തിൽ നിന്ന് മേലോട്ട് ഉയർന്നിട്ട് ഒരു മാക്സിമത്തിൽ എത്തിയിട്ട് അത് ആ മാക്സിമത്തിൽ നിന്ന് വീണ്ടും താഴോട്ട് ഇറങ്ങുന്നു. അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും ഷേപ്പ് ഒരേപോലെ തോന്നുന്നുണ്ട്. ഈ രണ്ട് കേസുമാണ് അല്ലെ ഉള്ളത്. ഇനി ഹൗ ഡു വി ഡിസ്ക്രൈബ് ദിസ് യൂസിങ് ഓൾജിബ്ര? ഇനി ഓൾജിബ്ര വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ വിവരിക്കാൻ കഴിയും? ഇതിന്റെ ബീജഗണിത വിവരണം എന്താണ് നോക്കാം. ഗ്രാഫ് നമ്മൾ എന്ത് യൂസ് ചെയ്ത്, ജിയോജിബ്ര യൂസ് ചെയ്തിട്ട് ഡ്രോ ചെയ്തു. In the second degree polynomial p of x, if the numbers taken as x are gradually increased from negative numbers to positive numbers, the numbers p of x behave in either of these two ways. രണ്ട് വേലായിരിക്കും. p of x എന്ന ഏത് രണ്ടാംകൃതി ബഹുപദത്തിലും ന്യൂനസംഖ്യകളിൽ നിന്ന് തുടങ്ങി ക്രമേണ വലുതായി അതിസംഖ്യകളാകുന്ന x എടുത്താൽ the numbers p of x decrease to a minimum and then increase. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഒന്നെങ്കിൽ p of x എന്ന സംഖ്യകൾ ക്രമേണ ചെറുതാവും, ഏറ്റവും ചെറിയ ഒരു സംഖ്യയിൽ എത്തിയതിനു ശേഷം വലുതാവും അല്ലെ. ഏറ്റവും ചെറിയ സംഖ്യയിൽ എത്തിയതിനു ശേഷം അതങ്ങോട്ട് വലിയതാവും. എന്തെങ്കിൽ ആ ഒരു കേസ് ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും, ദ നമ്പേഴ്സ് p of x increase to a maximum and then decrease. അല്ലെങ്കിൽ p of x എന്ന സംഖ്യകൾ ക്രമേണ വലുതായി ഏറ്റവും വലിയൊരു സംഖ്യയിൽ എത്തിയതിനു ശേഷം ചെറുതാവും. അപ്പൊ വലിയ ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്, ചെറുതായിട്ട് ഏറ്റവും ചെറുതായിട്ട് ചെറിയൊരു മിനിമത്തിൽ എത്തിയിട്ട് വീണ്ടും കണ്ട് വലുതാവുകയാണ്. ഇവിടെ എന്താ പറഞ്ഞത്, വലുതായിട്ട് ഏറ്റവും വലിയൊരു സംഖ്യയിൽ എത്തിയതിനു ശേഷം അങ്ങോട്ട് ചെറുതാവും. ആ ഒരു കേസസ് ആണ് നമുക്ക് ഈ ഒരു ഇതിൽ കാണാൻ പറ്റുന്നത്, ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൽ കാണാൻ പറ്റുന്നത്. Now let's see how we can find a second degree polynomial from its ഗ്രാഫ്. ഇനി ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാന്നുള്ളത് നോക്കാം.
ഇനി ഒരു രണ്ടാം കൃതി ബഹുപദത്തിന്റെ ചിത്രത്തിൽ നിന്ന് ആ ബഹുപദം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലില് ഒരു ഗ്രാഫ് തന്നിട്ട് എങ്ങനെയാണ് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാന്ന് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ പോളിനോമിയൽ തന്നിട്ട് എങ്ങനെയാണ് ഗ്രാഫ് ഡ്രോ ചെയ്യാന്ന് പഠിച്ചിരുന്നു. ഇനി സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലില് നമുക്ക് പോളിനോമിയൽ തന്നിട്ട് ഗ്രാഫ് ഡ്രോ ചെയ്യാൻ കുറെ പോയിന്റ്സ് വേണം. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ജിയോജിബ്ര യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് ഡ്രോ ചെയ്യുന്നത്. ഇനി ഗ്രാഫ് തന്നിട്ട് എങ്ങനെയാണ് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാന്നുള്ളതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൽ ഈ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കാം, ഒരു എക്സാമ്പിൾ എടുക്കാം. The picture shows the graph of a second degree polynomial denoting the polynomial by p of x. We see from the picture that p of 0 is equal to 6, p of 2 is equal to 0, p of 3 is equal to 0. ഇതാണ് നമ്മളെ ഗ്രാഫ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ എന്താണോ സെക്കൻഡ് ഡിഗ്രി ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ജസ്റ്റ് അതിന്റെ ജനറൽ ഫോമിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതാണ് നമ്മളെ ഗ്രാഫ്. ഈ ഗ്രാഫ് കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റും ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ നോക്കാം, ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്, ഒരു പോയിന്റ് ഇവിടെ ഉണ്ട് അല്ലെ, ഒരു പോയിന്റ് ഇവിടെയും ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ x2 ആണ്, y0 ആണ് അല്ലെ. സോ p of 2 is equal to 0 കിട്ടി. അതുപോലെ x3 ആണ്, y0 ആണ്. അങ്ങനെയാണെങ്കിൽ p of 3 is equal to 0 കിട്ടി. ഇവിടെ എന്താ? y6 ആണ്, x ആണ് 0. അതുകൊണ്ട് p of 0 is equal to 6. ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് കിട്ടി. അതാണ് ഇവിടെ പറഞ്ഞത്. p of 0 6 ആണ്, p of 2 0 ആണ്, p of 3 0 ആണ്. അപ്പൊ ഉദാഹരണമായി ഒരു രണ്ടാം കൃതി ബഹുപദത്തിന്റെ ചിത്രമാണ് നമുക്ക് തന്നത്. അതിന്റെ ബഹുപദ രൂപം p of x എന്നെടുത്താൽ ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് p of 2 is equal to 0, p of 3 is equal to 0, p of 0 is equal to 6. ആദ്യത്തേതാണ് നമ്മൾ ഇവിടെ എഴുതുക കേട്ടോ, എക്സിന്റെ പോയിന്റ്സുകൾ. സിൻസ് p of x is a second degree polynomial ആണ് നമുക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അതിന്റെ ഷേപ്പ് ഒരു പാരാബോള ഷേപ്പ്, ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണല്ലേ ഉള്ളത്, സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ അതിന്റെ ഫോം എന്ന് പറയുന്നത് ax² + bx + c ആണ്. ഫസ്റ്റ് ഡിഗ്രിന്റെ എന്തായിരുന്നു? ax + b ആയിരുന്നു. സെക്കൻഡ് ഡിഗ്രി വരുമ്പോൾ ഈ ഒരു ഫോം പഠിച്ചു വെക്കുക, ax² + bx + c. ഇവിടെ നമുക്ക് എയും കാണണം, ബിയും കാണണം, സിയും കാണണം. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൽ എയും ബിയും ആയിരുന്നു കണ്ടിരുന്നത്. അപ്പൊ രണ്ടാം കൃതി ബഹുപദം ആയതിനാൽ അതിന്റെ ഫോം എന്ന് പറയുന്നത് p of x is equal to ax² + bx + c. ഇവിടെ നമ്മൾ 3 പോയിന്റ്, അവിടെ നമുക്ക് 2 പോയിന്റ് ആയിരുന്നു നമ്മൾ ഫൈൻഡ് ചെയ്തത്, ഇവിടെ നമ്മൾ 3 പോയിന്റ് ഫൈൻഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? p of 0 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. p of 0 ഇപ്പൊ ax² + bx + c ആണ് നമ്മളെ ജനറൽ ഫോം. അങ്ങനെയാണെങ്കിൽ p of 0 എന്ത് വരും? എക്സിന്റെ പ്ലേസിൽ 0 ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? a × 0² + b × 0 + c. ദാറ്റ് ഈസ് 0 + 0 + c. c മാത്രല്ലേ? p of 0 നമുക്ക് തന്നിട്ടുണ്ട് ഗ്രാഫിൽ നിന്ന് 6 ആണെന്ന്, അതുകൊണ്ട് ഇവിടെ എന്താണ്? c is equal to 6 ആണെന്ന് കിട്ടി. അങ്ങനെയാണ് c ന്റെ വാല്യൂ 6 ആണെന്ന് കിട്ടിയത്. ഇനി p of x is equal to ax² + bx + 6 ആണ് നമ്മളെ പോളിനോമിയൽ. കാരണം സിന്റെ പ്ലേസിൽ നമുക്ക് 6 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എയും ബിയും ഫൈൻഡ് ചെയ്യേണ്ട, സി മാത്രം പോരല്ലോ, എയും ബിയും വേണം. അങ്ങനെയാണെങ്കിൽ p of 2 is equal to 0 ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. 3 പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലെ. ഇനി അടുത്തത് p of 2 is equal to 0 ആണ് എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ax² + bx + c എന്തായിരിക്കും? a × 2 കൊടുക്കുക എക്സിന്, a × 2² + b × 2 + c എന്ന് കിട്ടും. 2² എന്ന് പറയുന്നത് 4 അല്ലേ, അതുകൊണ്ട് 4a + 2b + c ന്റെ വാല്യൂ 6 ആണ് നമ്മളെ കയ്യിലുണ്ട്, അതുകൊണ്ട് 4a + 2b + 6. ഇനി p of 2 എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്കറിയാലോ, അതുകൊണ്ട് 4a + 2b + 6 എന്ന് പറയുന്നത് p of 2 ആണ്, അത് 0ക്ക് ഈക്വൽ ആണ്. അതാണ് ഈ ഒരു ഇത് നമുക്ക് കിട്ടിയത്. 4a + 2b + 6 is equal to 0. ഇനി വേറൊന്ന് എന്താ നമ്മളെ കയ്യിലുള്ളത്? p of 3 is equal to 0. അതും നമ്മളെ കയ്യിലുണ്ടല്ലോ, അത് നമ്മൾ അതുപോലെ തന്നെ ചെയ്യാം. p of 3 is equal to 0 ആണെങ്കിൽ ax² + bx + c എന്ത് വരും? a × 3 അല്ലേ, സോ 3² + b × 3 + c. ദാറ്റ് ഈസ് 9a + 3b + 6 എന്ന് വരും അല്ലെ. 9a +
3b പ്ലസ് 6. അത് 0ക്ക് ഈക്വൽ അല്ലേ? p of 3 എന്ന് പറയുന്നത് 0ക്ക് ഈക്വൽ ആണ്. സോ ഇറ്റ് ഈസ് 0. അപ്പൊ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. 4a പ്ലസ് 2b പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0, 9a പ്ലസ് 3b പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. ഇനി ഇതിനെ രണ്ടിനെയും നമുക്ക് ചെറുതാക്കി കൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്റെയും ബിന്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, പക്ഷെ നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ ഇതിനെല്ലാം ഈവൻ നമ്പേഴ്സ് അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 4a എന്തായിരിക്കും? 4/2 എന്ന് പറയുന്നത് 2. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി b മാത്രം. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അപ്പൊ എന്തുണ്ട്? 2a പ്ലസ് b പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ 2a പ്ലസ് b ഈസ് ഈക്വൽ ടു, ഈ 3 ഇങ്ങോട്ട് പോകുമ്പോൾ -3 എന്ന് കിട്ടും. അങ്ങനെ അപ്പൊ നമുക്ക് 2a പ്ലസ് b ഈസ് ഈക്വൽ ടു -3 എന്ന് കിട്ടി. അതാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൊടുത്തത്. 2a പ്ലസ് b ഈസ് ഈക്വൽ ടു -3. അതുപോലെ ഇതിനെയും നമുക്ക് ചെറുതാക്കി കൂടെ? ഇതിനൊക്കെ കൂടി നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അല്ലേ? 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, പ്ലസ് 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ്, ബാക്കി b മാത്രം. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 3a പ്ലസ് b ഈസ് ഈക്വൽ ടു 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -2 എന്ന് കിട്ടും. അതാണ് നമ്മളെ സെക്കൻഡ് ഇക്വേഷൻ. 3a പ്ലസ് b ഈസ് ഈക്വൽ ടു -2. അപ്പൊ ഫസ്റ്റത്തെ ഇക്വേഷൻ 2a പ്ലസ് b ഈസ് ഈക്വൽ ടു -3. സെക്കൻഡ് ഇക്വേഷൻ എന്താ? 3a പ്ലസ് b ഈസ് ഈക്വൽ ടു -2. ഈ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്റെയോ ബിന്റെയോ വാല്യൂ കിട്ടും. അതിൽ ഏതിന്റെങ്കിലും ഒന്നിന്റെ വാല്യൂ കിട്ടിയാൽ മറ്റേതിന്റെ വാല്യൂ കിട്ടും. സി ഓൾറെഡി നമുക്ക് കിട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് ഏതാന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ സോൾവ് ചെയ്യണം. ഇവിടെ ഈ രണ്ടും കൂടെ നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ പോരെ? ഈ 2a പ്ലസ് b ഈസ് ഈക്വൽ ടു -3. അതുപോലെ 3a പ്ലസ് b ഈസ് ഈക്വൽ ടു -2. ഇവിടെ b മൈനസ് b എന്ന് പറയുന്നത് 0 അല്ലേ? അപ്പൊ അവിടുന്ന് b പോകൂലേ? ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻസ് ഒക്കെ സബ്ട്രാക്ട് ചെയ്യാനൊക്കെ നമുക്കറിയാം അല്ലെ? ഇവിടെ ബിയും ബിയും ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി എന്തുണ്ട്? 3a മൈനസ് 2a എന്താ? ഒരു a ഈസ് ഈക്വൽ ടു, അതുപോലെ -2 മൈനസ് -3 എന്താ? -2 പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 1. a ഈസ് ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. അങ്ങനെ എന്റെ വാല്യൂ നമുക്ക് 1 ആണെന്ന് കിട്ടും. അതാണ് ഇവിടെ കിട്ടിയത്. a ഈസ് ഈക്വൽ ടു 1. കണ്ടോ? ആ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്റെ വാല്യൂ 1. 3aയിൽ നിന്നും 2a പോയാൽ a, bന്ന് b പോയാൽ 0, -2 മൈനസ് -3 എന്ന് വരും. കാരണം നമ്മൾ മൈനസ് ആണ് ചെയ്യുന്നത്. അപ്പൊ -2 പ്ലസ് 3 എന്ന് വരും, 1 എന്ന് കിട്ടും. എന്റെ വാല്യൂ 1 ആണെന്ന് കിട്ടി. ഇനി ഈ എന്റെ വാല്യൂ 1 ആണെങ്കിൽ ആ കിട്ടിയ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഏത് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താലും ബിന്റെ വാല്യൂ കിട്ടും. എയും ബിയും മാത്രമുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു മതി. സിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയുന്നതാണല്ലോ. അപ്പൊ അതിലിട്ട് കൊടുത്താലും നമുക്ക് കിട്ടും. അപ്പൊ എന്ത് കിട്ടി? ഇപ്പൊ സപ്പോസ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 3 into 1 പ്ലസ് b ഈസ് ഈക്വൽ ടു -2. 3 പ്ലസ് b ഈസ് ഈക്വൽ ടു -2. b ഈസ് ഈക്വൽ ടു -2 മൈനസ് 3. ദാറ്റ് ഈസ് b ഈസ് ഈക്വൽ ടു -5. കണ്ടോ? ബിന്റെ വാല്യൂ -5 ആണെന്ന് കിട്ടി. അങ്ങനെ നമുക്ക് ബിന്റെ വാല്യൂ -5 ആണ്. ഏത് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താലും നമുക്ക് -5 തന്നെയാണ് കേട്ടോ കിട്ടുക. എ കിട്ടിക്കഴിഞ്ഞു 1 ആണെന്ന്, ബി കിട്ടിക്കഴിഞ്ഞു -5 ആണെന്ന്, സി ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞതാണ് 6 ആണ്. എയും ബിയും സിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മള് പോളിനോമിയൽ എന്താ? x² മൈനസ് 5x പ്ലസ് 6. x² പ്ലസ് ax പ്ലസ് b ആണ് നമ്മളെ ഫോം. x² അല്ല ax² പ്ലസ് bx പ്ലസ് c ആണ് കേട്ടോ നമ്മളെ ഫോം. ax² പ്ലസ് bx പ്ലസ് c ആണ് ഫോം. എന്റെ വാല്യൂ 1 ആണെന്ന് കിട്ടി, അത് നമ്മൾ എഴുതൂല. സോ x² പ്ലസ് ബിന്റെ വാല്യൂ -5 ആണെന്ന് കിട്ടി. -5x. സിന്റെ വാല്യൂ 6 ആണെന്ന് കിട്ടി. അങ്ങനെ നമ്മൾ പോളിനോമിയൽ എന്ന് പറയുന്നത് x² മൈനസ് 5x പ്ലസ് 6 ആണ്. ഇവിടെ നമ്മൾ നോക്കാം, ഈ ഒരു ഗ്രാഫ് ഏതിൻ്റെതാണെന്നാ കിട്ടിയത്? x² മൈനസ് 5x പ്ലസ് 6. ഈ ഒരു പോളിനോമിയലിന്റെ ഗ്രാഫ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലില് ഗ്രാഫ് തന്നിട്ട് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാല് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫ് തന്നിട്ട് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ 3 പോയിന്റ്സ് ഫൈൻഡ് ചെയ്തു. ഇവിടെ നമുക്ക് 3 പോയിന്റുകൾ ഫൈൻഡ് ചെയ്തു. നമ്മുടെ ഫോം എന്ന് പറയുന്നത് x² പ്ലസ് bx പ്ലസ് c ആണ്. എ ഫൈൻഡ് ചെയ്യണം, ബി ഫൈൻഡ് ചെയ്യണം, സി ഫൈൻഡ് ചെയ്യണം. അതിൽ p of 0
പി ഓഫ് 0 ഉള്ളത് നോക്കാം. അത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ സി ഈസ് ഈക്വൽ ടു 6 കിട്ടി. സീന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ അത് ബാക്കി രണ്ടെണ്ണത്തിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കി പി ഓഫ് 2 ഈസ് ഈക്വൽ ടു 0 നോക്കുക, പി ഓഫ് 3 ഈസ് ഈക്വൽ ടു 0 നോക്കുക. അതിലൊക്കെ സീന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. രണ്ട് ഇക്വേഷൻ കിട്ടും. ആ രണ്ട് ഇക്വേഷനും നമ്മൾ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ എന്റെ വാല്യൂയോ ബിന്റെ വാല്യൂയോ കിട്ടും. ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേതിന്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ a² പ്ലസ് bx പ്ലസ് c എന്ന് പറയുന്ന ആ ഒരു ഫോമില് നമ്മൾ എന്റെ വാല്യൂവും ബിന്റെ വാല്യൂവും സിന്റെ വാല്യൂവും ഇട്ട് കൊടുത്താൽ നമ്മളെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് കിട്ടും. അതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലില് നമുക്ക് ഒരു ഗ്രാഫ് തന്നിട്ട് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാനുണ്ടായിരിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി പിന്നെ നമുക്ക് പോളിനോമിയൽ തന്നിട്ട് ഗ്രാഫ് ഡ്രോ ചെയ്യാൻ നമുക്ക് ഡിഫിക്കൽട്ട് ആണ്. അത് നമ്മൾ ജിയോജിബ്ര യൂസ് ചെയ്തിട്ടാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെയും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെയും കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഈ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് തന്നിട്ട് എങ്ങനെയാണ് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട് ഗ്രാഫ് ഡ്രോ ചെയ്യാൻ, പോളിനോമിയൽ തന്നിട്ട് ഗ്രാഫ് ഡ്രോ ചെയ്യാൻ നമ്മൾ ജിയോജിബ്ര യൂസ് ചെയ്യാണ് ചെയ്യുക. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഗ്രാഫ് തന്നിട്ട് എങ്ങനെയാണ് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാന്നുള്ളതാണ്. അത് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.